بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേ ഇല്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ ഇത്. ഈയൊരു ഗ്രന്ഥം, അതായത് ഖുർആനിൽ ഒരു സംശയവുമില്ല. സൂക്ഷ്മത പാലിക്കുന്നവർ എന്നതുകൊണ്ട് അതിനെ കൂടുതൽ അറിയുന്നവരും ഇസ്ലാമിനെ കൂടുതലായിട്ട് വിശ്വസിക്കുന്നവർക്ക് നേർവഴി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ എന്നാണ് ഈ ഒരു ആയത്തിലൂടെ പറഞ്ഞേക്കുന്നത്. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ഈ ആയത്തിലൂടെ പഠിച്ചോ നമ്മളോട് പറയുന്നുള്ളത് സൂക്ഷ്മത പാലിക്കുന്നവരാരാന്നാണ്. സൂക്ഷ്മത പാലിക്കുന്നവരെ ആദ്യം പറയുന്നുള്ളത് അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ. അതായത് അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല, ദൃശ്യമല്ല, എന്നിട്ടും അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, അന്ത്യനാളിലൊക്കെ വിശ്വസിക്കുക, അതേപോലെ സ്വർഗവും നരകവും ഒക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുന്നവരും പിന്നെ പ്രാർത്ഥന അഥവാ നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരും നാം നൽകിയ സമ്പത്തിൽ നിന്ന് ചിലവഴിക്കുന്നവരുമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് അതിൻ്റെ അവകാശികൾക്ക് നൽകാൻ വേണ്ടിയിട്ടും അള്ളാഹു തആല ആദ്യം തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളവരാണ് സൂക്ഷ്മത പാലിക്കുന്നവർ എന്നാണ് പഠിച്ചവൻ നമ്മളോട് ആദ്യം തന്നെ പറയുന്നുള്ളത്. والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നുണ്ട്, സൂക്ഷ്മത പാലിക്കുന്നവർ ആരെന്നാൽ നിനക്കും നിന്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുക. അതായത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അതിനു മുമ്പുണ്ടായിട്ടുള്ള പ്രവാചകന്മാർക്കും നൽകിയിട്ടുള്ള ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അതിലൊക്കെ വിശ്വസിക്കുന്നവരാണ് സൂക്ഷ്മത പാലിക്കുന്നവർ. കൂടാതെ സൂക്ഷ്മത പാലിക്കുന്നവർ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുമെന്നാണ് പടച്ചോൻ പ്രവാചകനോട് പറഞ്ഞത്. أولئك على هدى من ربهم وأولئك هم المفلحون. സൂക്ഷ്മത പാലിക്കുന്നവരെ സംബന്ധിച്ച് അല്ലാഹു തആല പ്രവാചകനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അവരുടെ നാഥൻ കാണിച്ച നേർവഴിയിലാകുന്നു അവർ തന്നെയാകുന്നു സാക്ഷാൽ വിജയികൾ. അവർക്ക് ഉറപ്പായിട്ടും സ്വർഗം ഉണ്ടാകുമെന്നാണ് അല്ലാഹു തആല പ്രവാചകനോട് പറഞ്ഞത്. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. ഈ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നുള്ളത് സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും സമമാകുന്നു. അതായത് പ്രപഞ്ച സൃഷ്ടാവ് അല്ലാഹു അല്ല എന്ന് പറയുന്നവരും അതുപോലെ തന്നെ ഇസ്ലാം കാര്യങ്ങൾ ഫോളോ ചെയ്യാത്തവരും ഈമാൻ കാര്യങ്ങൾ വിശ്വസിക്കാത്തവരും അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും സമം, അവർ വിശ്വസിക്കുന്നതല്ല. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. ഈ ഹദീസിലൂടെയും അല്ലാഹു തആല പറയുന്നുള്ളത് സത്യനിഷേധികളെ സംബന്ധിച്ചാണ്. അവരുടെ മനസ്സിനും കാതിനും അല്ലാഹു മുദ്ര വെച്ചിരിക്കുകയാണ്. സത്യം ഗ്രഹിക്കാൻ അവർ ഒട്ടും താല്പര്യം കാണിക്കാത്തതിനാൽ അല്ലാഹു അവരെ മനസ്സും കണ്ണും കാതും അടഞ്ഞ അവസ്ഥയിലാക്കിയിരിക്കുന്നു. ഈമാൻ കാര്യങ്ങളിൽ വിശ്വസിക്കാത്തവരും ഇസ്ലാം കാര്യങ്ങൾ
ഫോളോ ചെയ്യാത്തവരും അവരുടെ ദൃഷ്ടികളിന്മേലും ഒരു മൂടിയുണ്ട്. അവർക്കാകുന്നു കനത്ത ശിക്ഷയുള്ളത്. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ശിക്ഷയുള്ളത് സത്യനിഷേധികൾക്കാണെന്നാണ് അള്ളാഹു തആല ഈ ഹദീസിലൂടെ വ്യക്തമാക്കുന്നത്.